ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. അതിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ അമീർ റണാവോടെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. സോ എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അമീർ റണാവോടെയുമായിട്ട് ഏതാണ്ട് 5 വർഷത്തെ ഒരു കോൺട്രാക്റ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ്. എന്തിനാണ് ഈ ഒരു 5 വർഷത്തെ കോൺട്രാക്റ്റ് എന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ അമീർ റണാവോടെ ഫോം ഔട്ട് ആവുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെയാണ്. കാരണം ഫോം ഔട്ടായി അദ്ദേഹം ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടത്തിലേക്ക് പോകും. സോ ഇത്രയും വലിയൊരു കോൺട്രാക്റ്റ് ഒന്നും കൊടുക്കേണ്ടായിരുന്നു. ഒരു 3 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു നല്ലത്. ഇത്രയും വർഷമൊക്കെ അദ്ദേഹം ആ ഒരു രീതിയിൽ തന്നെ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെയാണ്. സോ എന്തായാലും അമീർ റണാവോടെയുമായിട്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 5 വർഷത്തെ കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 2030 വരെയുള്ള കോൺട്രാക്റ്റ് എന്ന് തന്നെ പറയണം. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പുതിയൊരു കോച്ചിനെ എത്തിച്ചിരിക്കുകയാണ് മുംബൈ സിറ്റി FC. അതായത് അവരുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടാണ് പുതിയൊരു കോച്ചിനെ എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് മരിയോ ലെമോസ് ആണ്. മരിയോ ലെമോസിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചിയുടെ കോച്ചാണ്. അവർ ഫൈനൽ വരെ എത്തിച്ചൊരു കോച്ചാണ്. സോ എന്തായാലും നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയുന്ന ഒരു ഫോറിൻ അസിസ്റ്റൻറ്റ് കോച്ചിൻ്റെ സ്ഥാനത്ത് മരിയോ ലെമോസ്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.